ലിസ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഇൻഡോറൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റിയ നല്ല അടിപൊളി ഹവാത്തിയ വെറൈറ്റീസൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഹവാത്തിയ വെറൈറ്റീസിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലോങ് ലൈഫുള്ള പ്ലാന്റ്സാണ് ഹവാത്തിയ വെറൈറ്റീസൊക്കെ. അപ്പോൾ നമുക്ക് അധികം കെയറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, കുറഞ്ഞ വെള്ളം മതി. അപ്പോൾ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് നല്ല പോട്ടിലൊക്കെ ഇതുപോലെ, ഇത് ഹവാത്തിയ അല്ലൊരു സക്കുലൻറ്റ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതുപോലെ നല്ല പോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രസമാണ്, നല്ല അട്രാക്റ്റീവാണ് പ്ലാന്റ്സ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ. ഇതൊരു കോംബോ ഓഫറാണ്. 2 കോംബോസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് ഒരു 4 പ്ലാന്റ്സുള്ള കോംബോയാണ്. ഇതിൽ ഫസ്റ്റ് കോംബോ ഈ ഒരു ഹവാത്തിയ വെറൈറ്റിയാണ്. കണ്ടോ, ഒരു ട്വിസ്റ്റഡ് ടൈപ്പാണ്. അതായത് ഒരു കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല, ഒരു ചെരിഞ്ഞ് പോകുന്ന ടൈപ്പാണ്. ഇതിലിങ്ങനെ ലീഫിൽ ചെറിയ ചെറിയ ലൈൻസ് പോലെ വന്നിട്ട്, ഇത് വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഒത്തിരി തൈകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ ഒന്നാമത്തെ പ്ലാന്റ്. നെക്സ്റ്റ് ഇത് രണ്ടാമത്തെ പ്ലാന്റ്. ഒരു സീബ്ര ലൈക്ക് സ്ട്രക്ചർ വരുന്നൊരു പ്ലാന്റാണ്. അതായത് നീണ്ട ലീഫിൽ വൈറ്റ് ലൈൻസ്, നല്ല റഫാണ് കേട്ടോ. പ്ലാന്റ് തൊടുമ്പോൾ തന്നെ നല്ല റഫാണ്. ഇത് രണ്ടാമത്തെ പ്ലാന്റാണ്. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ്, അതായത് ഒന്നാമത്തെ കോംബോയിലെ മൂന്നാമത്തെ പ്ലാന്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലീഫാണ് ഇതിനുണ്ടാവുക. ഒരു സക്കുലൻറ്റ് ടൈപ്പാണ്. അധികം വെള്ളം ആവശ്യമില്ല കേട്ടോ ഈ പ്ലാന്റ്സിനൊന്നും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. യെല്ലോ ഗ്രീൻ വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു പ്ലാന്റ്. ഇത് 4 എണ്ണം കൂടെ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 510 രൂപയ്ക്കാണ് കേട്ടോ. കൊറിയർ ചാർജ് ഉൾപ്പെടെ, അതായത് എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും വേണ്ട. 510 രൂപയ്ക്ക് 4 പ്ലാന്റ്സ് കൊടുക്കുന്നു. ആവശ്യമുള്ളവർ വേഗം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പ്ലാന്റ്സ് അയക്കുന്നത് DTDC കൊറിയർ വഴിയായിരിക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫസ്റ്റ് കോംബോ ഇതാണ്, കോംബോ 1 510 രൂപ. നെക്സ്റ്റ് സെക്കൻഡ് കോംബോ ഇതാണ്. നമ്മൾ നേരത്തെ കണ്ട സീബ്ര ലൈക്ക് പ്ലാന്റ് അല്ല, ഈ ഹവാത്തിക്ക് ഒരു ഡോട്ട്സ് ആണുള്ളത്. ഇതിങ്ങനെ വിടർന്ന് നിൽക്കുന്നതിൽ ഒരു കൂമ്പി നിൽക്കുന്ന ടൈപ്പ് ഹവാത്തിയാണ്. ഞാൻ പറഞ്ഞൊരു ഇൻഡോറൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. നെക്സ്റ്റ് ഈ ഒരു ഹവാത്തിയ, ആദ്യം കാണിച്ചതായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. സെക്കൻഡ് പ്ലാന്റ് ഇതാണ്. ഈ ഒരു കോംബോയ്ക്ക് വരുന്നതും 510 രൂപയാണ്. കൊറിയർ ചാർജ് ആവശ്യമില്ല കേട്ടോ. സിംഗിളായിട്ട് വേണ്ടവർക്ക് അങ്ങനെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കോംബോയിൽ, രണ്ടാമത്തെ കോംബോയിലെ സെക്കൻഡ് പ്ലാന്റ് ആണിത്. നെക്സ്റ്റ് തേർഡ് പ്ലാന്റ്. ഈ ഒരു സെക്കൻഡിൽ നമ്മൾ ആദ്യം ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത് കാണിച്ചിരുന്നു. ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു 2 ഷൂട്ടാണ് കേട്ടോ ഉണ്ടാവുക. മിനിമം 2 ഷൂട്ട്സാണ് ഇതിലുണ്ടാവുക. ചെറിയ സൈസാണ് കേട്ടോ, മീൻസ് വളരെ ചെറുതല്ല, ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ് ആണ്. ചിലപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഭയങ്കര വലുപ്പമൊക്കെ തോന്നുന്നുണ്ടാവാം. നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ്. ഓക്കെ, ഇങ്ങനെ 4 പ്ലാന്റ്സിനും കൂടെ സെയിം 510 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, വേഗം കോൺടാക്റ്റ് ചെയ്യണം. ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ പ്ലാൻസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇനിയും ഈ ചാനലിലിടുന്ന വീഡിയോസ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം വേണ്ടത് കോംബോ 1 ആണെങ്കിൽ കോംബോ 1, കോംബോ 2 ആണെങ്കിൽ കോംബോ 2 എന്ന് നമുക്ക് വാട്സപ്പിൽ പറഞ്ഞ് നമ്മളത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സിംഗിളായിട്ട് പ്ലാൻസ് വേണ്ടവർക്കും അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ. ഇത് നമ്മൾ ഒരു ഇൻഡോർ പോട്ടിൽ സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റ് നല്ലൊരു ഇൻഡോർ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല സെറ്റായിട്ട് വെക്കാൻ പറ്റും കേട്ടോ, നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ. കുറഞ്ഞ വെള്ളം മതി. വെള്ളം നല്ല വാർന്നു പോകുന്ന പോട്ടി മിക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. വെള്ളം നല്ലപോലെ വാർന്നു പോയ ശേഷം മാത്രം നമ്മൾ ഉള്ളിലേക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് കെയറൊന്നും ആവശ്യമില്ല. വർഷങ്ങളോളം നിലനിൽക്കുന്ന പ്ലാന്റാണ്. വെള്ളം കൂടിപ്പോയാൽ വേര് ചെയ്യാൻ സാധ്യതയുണ്ട്, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. വെള്ളം കുറഞ്ഞു പോയാൽ ഇത് ഉണങ്ങിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ സൂക്ഷിച്ചാൽ നമുക്ക് ഒത്തിരി കാലം നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്. വേറെ കാര്യങ്ങളൊന്നും ഇതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. വെള്ളം വാർന്നു പോകുന്ന നല്ല പോട്ടി മിക്സ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് സെയിൽ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ.